പ്രതിപക്ഷം പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നാണല്ലോ. അല്ല, അത് വെറുതെ പറയാണ്. അവർക്ക് എവിടെയാണ് വികാരമുള്ളതെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കനുകൂലുവിന് തന്നെ മനസ്സിലായിട്ടില്ല അങ്ങനൊരു വികാരം ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച്. ഇവിടെ ഗവൺമെൻറ് വിരുദ്ധ വികാരം യഥാർത്ഥത്തിലില്ല. ഗവൺമെൻറ് തുടരണം എന്ന വികാരമാണ് പൊതുവേ ഉള്ളത്. പിന്നെ ഈ മാധ്യമങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഒരു മാറ്റം വേണ്ടേ എന്ന ചോദ്യത്തിന് ആളുകൾ പലതും ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് അവർ പറയുന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ മുമ്പിലോ ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതായത് അവർക്ക് ഒരു അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരം ഇല്ല. ഇപ്പോൾ അഴിമതിരഹിത ഭരണം ശരിയാണ്. ഒരു മന്ത്രിമാർക്കെതിരെ പോലും ഒരു അഴിമതി ആരോപണമില്ല. കോടതിയിൽ പോയപ്പോഴെല്ലാം പ്രതിപക്ഷം പരാജയപ്പെട്ടു. പക്ഷേ അഴിമതിയുടെ ഒരു പ്രചാരണം, അഴിമതി എന്ന പ്രചാരണം പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലടക്കം നടത്തുന്നുണ്ടല്ലോ. അല്ല, അഴിമതിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം, അവരുടെ ഭരണകാലത്ത് പൂർണ്ണമായിട്ടും നിരവധി മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതിയായിരുന്നു, കേസായിരുന്നു, അതൊക്കെ തുടരുകയായിരുന്നു പലതും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷക്കാലം, ഒരു ഘട്ടമല്ല 2 ഘട്ടം, 10 കൊല്ലക്കാലം തുടർന്ന് മുന്നോട്ടേക്ക് പോയപ്പോഴും ഫലപ്രദമായി എഴുതി കൊടുത്ത് ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രാഷ്ട്രീയ അഴിമതി അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ അഴിമതി മുഴുവൻ അവസാനിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ല. അത് ഈ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ലോകത്ത് എവിടെയും അഴിമതി അവസാനിക്കുന്നില്ല. അഴിമതി അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു സ്വകാര്യ മൂലധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുന്നൊരു മാനസിക തലം രൂപപ്പെടണം. അതിപ്പം ജനീയ ജനാധിപത്യ വിപ്ലവം നടന്നു, അതുകൊണ്ട് മാത്രം സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ചൈനയിൽ അതിശക്തിയായ രീതിയിലാണ് അഴിമതിക്കെതിരായിട്ടുള്ള കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു മാനസിക തലം അതിൻ്റെ രീതിയിൽ രൂപപ്പെട്ട് വരണം. അത് കുറേ സമയമെടുക്കും. ആ സമയം എടുക്കുന്നത് വരെയും നമ്മൾ കാണേണ്ടത് അഴിമതിയൊക്കെ ഉണ്ടാവും. പക്ഷേ രാഷ്ട്രീയ അഴിമതി അവസാനിപ്പിക്കുകയും അഴിമതിക്കെതിരായ ശരിയായ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അഴിമതി കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അഴിമതി പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വം അഴിമതി നടത്തുന്ന സ്ഥിതിയാണ് UDFൻ്റെ കാലത്തുള്ളതെങ്കിൽ അതിപ്പോഴും അവസാനിച്ചു.